സ്വാമി ശരണം. ദൈവീകതയുടെ പ്രതീകമായ അയ്യപ്പന്റെ ജനനകഥ നിങ്ങൾക്കായി കഥാമൊഴിയിൽ. ഇത് ഭക്തിക്കും ധാർമ്മികതയ്ക്കും നിരയായിട്ടുള്ള ഒരു അത്ഭുതകഥയാണ് അയ്യപ്പന്റെ ജനകഥ. അസുരന്മാരുടെ ഭീകരത കൊണ്ട് ഭൂമിയിലെയും സ്വർഗ്ഗത്തിലെയും തീവ്രമായ അശാന്തി നിറഞ്ഞു. പ്രത്യേകിച്ച് മഹാസുരനായ മഹിഷാസുരന്റെ സഹോദരി മഹിഷി. ദേവതകൾ ഒന്നിച്ചു കൂടിയപ്പോൾ മഹിഷിയെ സംഹരിക്കാൻ ഒരു പ്രത്യേക ദൈവശക്തിയുള്ള പുത്രനെ പിറവിക്കേണ്ടത് അനിവാര്യമായിപ്പോയി. അതാണ് വിഷ്ണുവും ശിവനും ചേർന്നുള്ള ദൈവീക സംഘവും. അങ്ങനെ ഒരുമിച്ചുള്ള ശക്തിയിൽ നിന്ന് പിറന്നയാളാണ് അയ്യപ്പൻ. ഈ ദൈവീക ശിശു പമ്പാനദിയുടെ തീരത്ത് പന്തളം രാജാവ് രാജശേഖരനിന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ആ കുഞ്ഞിനെ ദൈവദത്തമായി കരുതി വളർത്തി. കുട്ടിക്ക് മണികണ്ഠൻ എന്ന പേര് നൽകി. തലയിൽ മാണിക്യം പോലെ തിളങ്ങുന്ന കല്ല് ഉണ്ടായിരുന്നു. മണികണ്ഠൻ രാജധാനിയിൽ വളർന്നു. ധൈര്യത്തിലും ജ്ഞാനത്തിലും തീർച്ചയായ ദൈവസങ്കല്പമായി മാറി. ഒരു ദിവസം രാജാവ് അദ്ദേഹത്തെ രാജാവാക്കാൻ തീരുമാനിച്ചപ്പോൾ മണികണ്ഠൻ തനിക്ക് ആഗ്രഹം രാജ്യം അല്ല, ധർമ്മം ആണെന്ന് പറഞ്ഞു. തനിക്ക് മഹിഷിയെ സംഹരിക്കാനുള്ള ദൗത്യം ബാക്കിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയുടെ കാട്ടിൽ മഹിഷിയുമായുള്ള അത്യന്തം ശക്തമായ യുദ്ധത്തിൽ മണികണ്ഠൻ വിജയിച്ചു. മഹിഷിയെ സംഹരിച്ച് ഭൂമിയിലേക്ക് ധർമ്മം തിരിച്ചുകൊണ്ടുവന്നു. അതിനുശേഷമാണ് അദ്ദേഹം ശബരിമലയിലെ ഗുഹയിൽ തപസ്സിലേർപ്പെടുന്നത്. ഇന്ന് ആ കാട്ടുപാതകളിലൂടെയും കഠിനമായ വ്രതങ്ങളോടെയും ശബരിമലയിലേക്കുള്ള യാത്ര ആ ദൈവിക കഥയെ ഓർത്താണ്. അയ്യപ്പൻ, ശിവനും വിഷ്ണുവും ചേർന്ന ദൈവം, നമ്മുടെ ഉള്ളിലെ ധാർമ്മികതയുടെ പ്രതീകം.